ഹണി റോസിന്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്പലത്തിലൊക്കെ ഈ സപ്താഹത്തിനൊക്കെ വിളക്ക് കൊടുത്താൽ നമ്മളെ വിളിക്കുന്നു. അവിടെ ഹണി റോസിനെ കയറ്റാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ അവസാനം അഭിനയിച്ച പടം അന്ന് രാത്രി ഞാനും അഭിനയം നിർത്തി. ആ ഇരിക്കുന്നതാണ് നിന്റെ നായകൻ. ഇന്ത്യയിലോ അത് ബാസ്ചേട്ടനായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 10-18 വയസ്സേ ഉള്ളൂ. ഞങ്ങൾക്ക് അന്നേ 40 വയസ്സുണ്ട്. എത്ര ഗതിയാണ്. ഞാൻ അതിൽ അഭിനയിച്ചില്ല. അഭിനയിക്കാണെങ്കിൽ കാണുന്ന കലി. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൗണ്ടർ പറയാൻ പറയും. എനിക്ക് വല്ലതും അറിയാവൂ. കരുവറ്റ എന്നുള്ള നാട്ടുപുറത്ത് വെച്ച് എനിക്ക് എന്തോന്ന് കൗണ്ടർ. കാരണം അന്നത്തെ കാലത്ത് ഒരു ചെറുപ്പക്കാരി കോമഡി അഭിനയിക്കാനില്ല. അതുകൊണ്ട് ഇത്രയും പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് ബാസ്ചേട്ടൻ ഒറ്റ ഒരാൾ കാരണമാണ്. അതുകൊണ്ട് കുറേ ചീത്ത പേരും കിട്ടും. 68 മുതൽ 80 വരെ ഞാൻ അഭിനയിച്ചുള്ളൂ. അവനെ നിർത്തിയ പടമാകട്ടെ വളരെ കൊള്ളൊക്കെ സൃഷ്ടിച്ച ഒരു പടം. അതായത് ജയൻ്റെ കൂടെ ജയൻ അവസാനം അഭിനയിച്ച പടം അന്ന് രാത്രി ഞാനും അഭിനയം നിർത്തി. അതുകൊണ്ട് ജയൻ മരിച്ച ആ വർഷം എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. അന്ന് രാത്രി ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് മദ്രാസിനോട് ഇവിടെ പറയായിരുന്നു 80 നവംബർ 16. അപ്പം അങ്ങനെ ആദ്യം അഭിനയിക്കാൻ വന്ന സമയത്ത് എന്നെ എൻ്റെ അപ്പച്ചി സഹോദരി, അച്ഛൻ്റെ സഹോദരിയാണ് വിളിച്ചു വരുന്നത് ഒരു പടത്തെ അഭിനയിക്കാൻ. കുമാരിത്തങ്കം പലതും സിനിമ എടുത്തുകൊണ്ടിരിക്കുക. ഇഷ്ടമില്ലായിരുന്നു അഭിനയിക്കാൻ. അപ്പോൾ അമ്മയൊക്കെ നിർബന്ധിച്ച് മദ്രാസിൽ വന്നു. മദ്രാസിൽ വന്നപ്പം അന്നത്തെ സ്വപ്നം കാണലില്ലേ പ്രേം നസീറൊക്കെ ആയിരിക്കും കൂടെ അഭിനയിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പം അപ്പച്ചയുടെ വീട്ടിൽ ഒരാൾ മുറുക്കാനൊക്കെ മുറുക്കി ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത്. അപ്പനോട് പറഞ്ഞു, ആ ഇരിക്കുന്നതാണ് നിൻ്റെ നായകൻ. ഇന്ത്യയിലോ അത് ബാസ്ചേട്ടനായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 10-18 വയസ്സേ ഉള്ളൂ. ഞങ്ങൾക്ക് അന്നേ 40 വയസ്സുണ്ട്. എത്ര ഗതിയാണ്. പിന്നെ കോമഡി എന്ന് പറയുന്നത് ഒന്നും പറയാൻ അറിയത്തില്ല. പിന്നെ ഞാൻ ഇവിടെ അഭിനയിക്കും. അങ്ങനെ അത് വിരുദ്ധ ശബ്ദം എന്നുള്ള സിനിമയായിരുന്നു. ഞാൻ അതിൽ അഭിനയിച്ചില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. എന്ത് ചെയ്താലും ഞാൻ ഇങ്ങനെ അഭിനയിക്കത്തില്ല. അങ്ങനെയുള്ള ദേഷ്യം കൊണ്ടല്ല, എൻ്റെ പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ്. പിന്നെ ഇതുപോലെ അങ്ങനെ മദ്രാസിനോട് ഇവിടെ പറയാൻ മധു പറഞ്ഞു ശരിയാ, ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് പോവാം ഇങ്ങനത്തിന് ഇവിടെ. അപ്പോഴാണ് നമ്മുടെ കൃഷ്ണനായർ സാർ ഒരു പടത്തിന് വേണ്ടി വിളിക്കുന്നു. എന്നോട് പറഞ്ഞു, ഈ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് തിരിച്ചു വയ്ക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ആ ഒരു സിനിമയിൽ അഭിനയിച്ചു. അതാണ് പഠിച്ച കള്ളൻ. അപ്പോൾ അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൽ ബാസ്ചേട്ടനോട് അഭിനയിക്കേണ്ടത്. അഭിനയിക്കാണെങ്കിൽ കാണുന്ന കലി. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൗണ്ടർ പറയാൻ പറയും. എനിക്ക് വല്ലതും അറിയാവൂ. കരുവറ്റ എന്നുള്ള നാട്ടുപുറത്ത് വിചാരിച്ച് എനിക്ക് എന്തോന്ന് കൗണ്ടർ. അങ്ങനെ തുടങ്ങി ചീത്തവിളിയോട് ചീത്തവിളി. എന്തിനു മദ്രാസിൽ വെട്ടിയായിട്ട് വന്നു. കുറേ ഒരു 10-12 സിനിമ കഴിഞ്ഞിട്ടാണ് പിന്നെ അതുകൊണ്ട് ശരിയായി. പിന്നെ രണ്ടും കൽപ്പിച്ചു. ഈ അങ്ങേര് പറഞ്ഞവർക്ക് എതിര് പറയാൻ തുടങ്ങി. അപ്പോൾ ഓക്കെ. അങ്ങനെ ഒരു 10-250 സിനിമ അഭിനയിച്ചു. എന്തായാലും ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കൂടുതൽ സിനിമകൾ അഭിനയിച്ചത്. എന്നെ ഒരുപാട് പടത്തിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഒരു ചെറുപ്പക്കാരി കോമഡി അഭിനയിക്കാനില്ല. അതൊരു പക്ഷേ സ്വാർത്ഥകാരിക്ക് എന്നെ നല്ല കാലം. പിന്നെ അദ്ദേഹം കൂടെ പറയുമായിരുന്നു, നിങ്ങളൊരു നായികയായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയാൽ 1-2 പടമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ ഇരിക്കേണ്ടി വന്നേര്. സത്യമായിരിക്കും അത്. അതുകൊണ്ട് ഇത്രയും പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് ബാസ്ചേട്ടൻ ഒറ്റ ഒരാൾ കാരണമാണ്. അതുകൊണ്ട് കുറേ ചീത്ത പേരും കിട്ടും. എനിക്കതിൽ ഒരു വിഷമമില്ല. കാരണം അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല, പിള്ളേരില്ല, ആരും ചോദിക്കാനുമില്ല. കേട്ടോട്ടെ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ബാഹ്യശക്തികളുടെ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഈ ഒരു പേരുണ്ട്. അപ്പോൾ കുതിരവട്ടം പപ്പിനോടൊക്കെ അഭിനയിച്ച് ചെല്ലുമ്പം അപ്പം വളരെ ഭവ്യതയോട് കൂടി വരൂ അപ്പോൾ ഈ ബാസിച്ചേട്ടൻ ഞാൻ മാളകളോടൊക്കെ അഭിനയിച്ചിട്ട് തിരിച്ചു വരും ചോദിക്കും, എന്തായിരുന്നു വല്ല പുതിയ സീനും വല്ലതും എഴുതി ചേർന്നോ, എന്തായിരുന്നു ഡയലോഗ്, അതൊക്കെ ബാക്കിയുള്ളവരുണ്ടാക്കണം. എന്തായാലും മദ്രാസിലെ അങ്ങനത്തെ ഒരു ജീവിതം വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഞാനും അമ്മയും എൻ്റെ സഹോദരന്മാരും ഒക്കെ ആയിരുന്നു താമസിച്ചത്. അപ്പോൾ ഞങ്ങൾ കുഞ്ചനെയൊക്കെ നല്ല പരിചയമാണ്. കുഞ്ചനും ഞാനുമൊക്കെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ചനെ പറ്റി ആലോചിക്കുമ്പോൾ റെസ്റ്റ് ഹൗസ് എന്നൊരു സിനിമ, അതിൽ കുഞ്ചനാന്ന് വെച്ചാൽ ഈ കാറ്റത്ത് പറന്നു പോകും. ഈ കുഞ്ചനെ കൃഷ്ണനാക്കി വേഷം കെട്ടിച്ച് അതൊക്കെ ആ ഒരു കാലഘട്ടം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ 10-23 വർഷത്തിന് ശേഷം സിനിമയിൽ അഭിനയിക്കേണ്ട താല്പര്യം ഇല്ലായിരുന്നു. മധുവാണ് എന്നോട് പറഞ്ഞു, ചേച്ചി ഭർത്താവൊക്കെ മരിച്ചു വെറുതെ ഇരിക്കല്ലേ, ചേച്ചിക്ക് ബോറടിക്കും,
അങ്ങനെ ഒരു പതാക, അതിലൊരു 2 സീൻ അഭിനയിച്ചു. അങ്ങനെ തുടർന്ന് പുതിയ തലമുറയുടെ കൂടെ സിനിമകൾ അഭിനയിക്കാൻ പറ്റി. കമൽ സാറിൻ്റെ പടത്തിൽ എനിക്കൊരു നല്ല വേഷമായിരുന്നു. അങ്ങനെ ഇപ്പോഴും 1-2 സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. അത്യാവശ്യം ആരോ പറഞ്ഞ പോലെ ഈ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിളക്കൊടുത്തതും അങ്ങനെയുണ്ട്. പിന്നെ കച്ചേരിയുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ വർഷം 2 കച്ചേരി നടത്തി. ഞാൻ എൻ്റെ കച്ചേരി തുടങ്ങിയിട്ട് ഇത് 50ാമത്തെ വർഷമാണ്. 23 വർഷം ഞാൻ പാടിയില്ല. പക്ഷേ ഞാൻ 1 വർഷം പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ഞാൻ 2007 മുതൽ കച്ചേരിക്ക് പോയി തുടങ്ങി. അല്ല, നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ബോറടിച്ചു എന്ത് ചെയ്യാനാ? പിള്ളേരൊക്കെ വിദേശത്ത് പോയി, ആരുമില്ല ഇവിടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രോഗ്രാമോ പരിപാടികളൊക്കെ വരുന്നതുകൊണ്ട് അവിടെ ഹണി റോസിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ല, ഞാൻ പറഞ്ഞതേ, അമ്പലത്തിലൊക്കെ ഈ സപ്താഹത്തിനൊക്കെ വിളക്ക് കൊടുത്താൽ നമ്മളെ വിളിക്കുന്നു. അവിടെ ഹണി റോസിനെ കയറ്റാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു കൂട്ടായ്മ. അന്ന് കൂടെ വർക്ക് ചെയ്ത ഒരുപാട് പേരെ കാണാൻ പറ്റി. പ്രൊഫസറിൻ്റെ കൂടെ ഞാൻ 2 സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുണ്ട് ഒരുപാട് പേരെ അല്ലെ, നമുക്ക് പാവപ്പെട്ടു സത്യം. അതെ, ശരിയാ. അല്ല, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റില്ല. അതുകൊണ്ട് മേനയും ഭാഗ്യലക്ഷ്മിയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനൊരു കൂട്ടായ്മ കഴിഞ്ഞ വർഷത്തെക്കാട്ട് കൂടുതൽ പേരുണ്ടെന്ന് തോന്നിപ്പോൾ അല്ലേ? അടുത്ത വർഷം കൂടും. സത്യം പറയാം, എന്നെ നിങ്ങൾ വിളിച്ചാലും ഞാൻ വരും. ജീവനുള്ളിടത്തോളം കാര്യം ഞാൻ വരും. ദൈവം എന്നെ ആരോഗ്യം തരട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി. എന്നെ ആദരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.